പരിശുദ്ധ ഇസ്ലാമിനെ നശിപ്പിക്കാൻ വേണ്ടി വന്നിട്ട് തറാവീഹിന്റെ 12 പലക മുറിക്കുമ്പോ അതേ ജുമാ ഖുതുബയുടെ ശർത്തായ അറബി, ആ അറബി ഭാഷ എന്ന മഹത്വം ഒഴിവാക്കുമ്പോ അങ്ങനെ ഓരോന്നും മുറിച്ച് ഈ ദീനിനെ മുറിച്ച് കഷ്ണിക്കുമ്പോ നോക്കി നിന്നാൽ ഈ കപ്പലുണ്ടാകൂല. അതുകൊണ്ട് അവരെ കൈപിടിച്ച് വെക്കണം, അവരെ തടയണം. ആ തടയൽ എങ്ങനെയാണ്? ശരിയായ ആശയം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുത്തുകൊണ്ടാണ്. അതിനാണ് അംറു ബിൽ മഅറൂഫ് നഹ്യുൻ അനിൽ മുൻകർ എന്ന് പറയുന്നത്. ആ കർത്തവ്യം പണ്ഡിതന്മാരെ നിർവഹിച്ചില്ലെങ്കിൽ, അത് നിർവഹിക്കുന്ന പണ്ഡിതന്മാരെ ജനങ്ങൾ പിന്തുണച്ചില്ലെങ്കിൽ ഈ ഇസ്ലാമാകുന്ന കപ്പൽ വെള്ളത്തിൽ മുങ്ങിപ്പോകും കേട്ടോ. ഇത് ഹബീബായ നബിതങ്ങൾ പറഞ്ഞ ഉദാഹരണമാണ്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തതാണ്. ഓ മുഅ്മിനീങ്ങളെ, അത് തന്നെയാണ് അവിടുന്ന് പറയുന്നത്, ഫമൻ ജാഹദഹും ബിയദിഹി ഫഹുവ മുഅ്മിൻ. ഈ പുത്തൻ ആശയം കൊണ്ടുവന്നിട്ട് ദീന് നശിപ്പിക്കുന്ന കക്ഷികൾ അവരെ പ്രവർത്തനം നടത്തുമ്പോ അവർക്കെതിരെ കൈകൊണ്ട് സമരം വേണം. കൈകൊണ്ടുള്ള സമരമാ ലേഖനം എഴുതല്, കൈകൊണ്ടുള്ള സമരമാ പോസ്റ്റർ ഒട്ടിക്കല്, കൈകൊണ്ടുള്ള സമരമാ പൈസ കൊടുക്കല്, കൈകൊണ്ടുള്ള സമരമാണ് സുഹൃത്തുക്കളെ പ്രസംഗിക്കുമ്പോൾ കൈ ഉയർത്തുന്നത്. SSF സിന്ദാബാദ് എന്ന് കൈ ഉയർത്തും. കൈകൊണ്ടുള്ള സമരമാ. അങ്ങനെ നിയമപരമായ മാർഗത്തിൽ ഇസ്ലാം അനുവദിക്കുന്ന വഴിയിൽ കൈകൊണ്ടുള്ള സമരം വേണം. അങ്ങനെ സമരം ചെയ്യുന്നവൻ ഒരു മുഅ്മിനാണ്. ഫഹുവ മുഅ്മിൻ, അവനൊരു മുഅ്മിനാണ്. വമൻ ജാഹദഹും ബിലിസാനിഹി ഫഹുവ മുഅ്മിൻ. വല്ലവനും അത്തരം കക്ഷികളോട് നാവ് കൊണ്ട് സമരം ചെയ്താൽ, അതേ ഗണ്ണന പ്രസംഗങ്ങളും വേണ്ടി വന്നാൽ കൊട്ടപ്പുറം പോലുള്ള സംവാദങ്ങളും അതുപോലെ ആവശ്യമായ സംവാദങ്ങളും വഅദ് പറയലും ഉപദേശം നൽകലും ക്ലാസ് എടുക്കലും എല്ലാം നാവ് കൊണ്ടുള്ള സമരമാണ്. അങ്ങനെ സമരം ചെയ്യുന്നവനും ഒരു മുഅ്മിനാണ്. വമൻ ജാഹദഹും ബിഖൽബിഹി ഫഹുവ മുഅ്മിൻ. അതേ സമയത്ത് നാവ് കൊണ്ട് വഅദ് പറയാൻ അറിയില്ല, കഴിയില്ല. അതേ പണം കൊടുക്കാൻ പണമില്ല, അങ്ങനെയൊന്നുമില്ലാത്തവനോ വമൻ ജാഹദഹും ബിഖൽബിഹി ഫഹുവ മുഅ്മിൻ. അവന്റെ മനസ്സുകൊണ്ട് അവൻ സമരം ചെയ്താൽ, എന്റെ മകളെ ഒരു പുത്തൻവാദിക്ക് കൊടുക്കൂല, ഒരു പുത്തൻവാദിയെ ഞാൻ ഇമാമത്ത് നിർത്തൂല, ഒരു പുത്തൻവാദിയെ ഞാൻ ബഹുമാനിച്ചാദരിച്ച് മതപരമായ സ്ഥാനം കൊടുക്കൂല, ഒരു പുത്തൻവാദിയെ ആദരിച്ച് ബഹുമാനിച്ച് ഒരു മൗലവി മരിക്കുമ്പോ ഞാൻ ആ മൗലവിന്റെ ജനാസ സന്ദർശനത്തിന് പോകൂല. ഈ നിലക്ക് മനസ്സുകൊണ്ട് ഒരുത്തൻ സമരം ചെയ്താൽ ഫഹുവ മുഅ്മിൻ, അവനും ഒരു സത്യവിശ്വാസിയാണ്, ഒരു മുഅ്മിനാണ്. ഇത് പറഞ്ഞിട്ട് ഹബീബായ നബിതങ്ങൾ പറഞ്ഞ ഒരു വാക്കുണ്ടേ മുസ്ലിമീങ്ങളെ, ഫലൈസ ബറാഅദാലിക മിനൽ ഈമാനി ഹബ്ബതു ഖർദൽ. ഇനി അതിനും ഒരുത്തൻ തയ്യാറില്ലെങ്കിൽ അവൻ കൈകൊണ്ട് സമരത്തിനില്ല, നാവ് കൊണ്ട് സമരത്തിനില്ല, മനസ്സുകൊണ്ട് ഈ പുത്തൻവാദിയെ വെറുക്കാനുമില്ല. അവൻ ആദരിക്കുകയാണ്, ബഹുമാനിക്കുകയാണ്. ഞാൻ ഓർക്കുകയാണ്, സിറാജുൽ ഹുദയുടെ ഒരു സമ്മേളനത്തിന് ഞാൻ കുറെ മന്ത്രിമാരെ ക്ഷണിച്ചു നോക്കി. അവരാർക്കും വരാൻ സമയമില്ല. നേരെ മറിച്ചൊരു മുജാഹിദിന്റെ സമ്മേളനത്തിന് വിളിക്കുമ്പോ അവർ മുൻപന്തിയിൽ പോയി ഉദ്ഘാടനത്തിന് ചെല്ലുകയാണ്. അങ്ങനെ പുത്തൻവാദിയോടൊരു വെറുപ്പുമില്ല, സുന്നത്ത് ജമാഅത്തിനോടൊരു കൂറുമില്ല. അങ്ങനെ ഒരു മനുഷ്യൻ, അവൻ ആരായാലും ശരി, മന്ത്രി ആയാലും ശരി, MLA ആയാലും ശരി, പണക്കാരനായാലും ശരി, ആരായാലും ശരി, ഏത് പാർട്ടിക്കാരനായാലും ശരി, അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, പുത്തൻവാദിയോട് മനസ്സുകൊണ്ടും വെറുപ്പില്ലെങ്കിൽ വലൈസ വറാഅദാലിക മിനൽ ഈമാനി ഹബ്ബതു ഖർദൽ, ഒരു കടുമണി തൂക്കം ഈമാൻ അവന്റെ ഖൽബിലില്ല. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത സഹീഹായ ഹദീസാണ്. മുസ്ലിമീങ്ങൾ നല്ല ഗൗരവത്തോടെ മനസ്സിലാക്കണം.
വളരെ ഗൗരവത്തോടെ മനസ്സിലാക്കണം. സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളോട് നമ്മുടെ മനസ്സിൽ അങ്ങേയറ്റത്തെ അകൽച്ച ഉണ്ടായേ പറ്റൂ, എന്നാലേ മൂമിനാവൂ എന്ന് ഞാനല്ല പറഞ്ഞത്. മനസ്സിന്റെ ഉള്ളിലെ ഈമാൻ നോക്കി പറയാൻ അള്ളാഹു നിശ്ചയിച്ച നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി. സുഹൃത്തുക്കളെ, അതുകൊണ്ട് ഗൗരവം കാണും. ഖിയാമത്ത് പഠിച്ചവന്റെ കോടതിയിലെത്തിയിട്ട് ഞങ്ങളൊക്കെ കടുത്ത ചൂടിൽ വെള്ളം കിട്ടാതെ വിഷമിക്കുമ്പോ കാന്തപുരം ഉസ്താദ് വരുന്നു എന്ന് കേട്ടു, പേരോട് വരുന്നു എന്ന് കേട്ടു. ഞങ്ങളൊക്കെ പോയിട്ട് ഇങ്ങനെ വയലിലിരുന്ന് വെയിൽ ചൂടത്ത് ഇങ്ങനെ പാടിയിരുന്നു. എന്നിട്ട് ഞങ്ങൾക്കതൊന്നും പറഞ്ഞു തന്നിട്ടില്ല എന്ന് പടച്ചവന്റെ കോടതി പറയണ്ട. ഞങ്ങളെ ഉത്തരവാദിത്വം ഞങ്ങൾ നിർവഹിച്ചിരിക്കുന്നു.